അങ്ങോട്ട് പോയി കൊടുക്കടി, അങ്ങോട്ട് പോയി കൊടുക്ക്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു പിങ്കി വ്ലോഗ്. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വടക്കനാഥിന്റെ മണ്ണിലാണ്. അപ്പൊ ഇന്ന് കർക്കിടകം 1 നമ്മുടെ മലയാള മാസത്തിലെ അവസാനത്തെ മാസമാണ് ഈ കർക്കിടകം. അപ്പൊ ഈ കർക്കിടക മാസം പണ്ടുള്ളവർ പറയും ദുർഘടമായ മാസമാണ്. അപ്പൊ ഈ ഒരു മാസത്തിലാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും എല്ലാവരും കാരണന്മാരൊക്കെ കൂടി വൈകുന്നേരം ആകുമ്പോൾ രാമായണ പാരായണം നടത്തും. പിന്നെ ആരോഗ്യകരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ ഈ കർക്കിടക മാസമാണ്. അപ്പൊ ഈ കർക്കിടകം 1 ഇവിടെ ഒരു വലിയൊരു ചടങ്ങുണ്ട്. ആ ഒരു അടിപൊളി ചടങ്ങാണ് ആനയൂട്ട്. ഹൃദയനാഥന്റെ മണ്ണിലെ ഈ ആനയൂട്ട് 1982 മുതലാണ് ഈ ആനയൂട്ട് ഇവിടെ ആരംഭിച്ചത്. ഇതിപ്പോ 45ാമത്തെ വർഷത്തെ ആനയൂട്ടാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യം നടന്ന ആനയൂട്ട് ഈ വടക്കനാഥൻ തന്നെയാണ്. അന്ന് പക്ഷെ 14 ആനകളുള്ളൂ. പക്ഷെ ഇന്നത്തെ ഈ ആനയൂട്ട് എന്ന് പറഞ്ഞാൽ 50ൽ പരം ആനകളോട് കൂടിയ ഒരു അടിപൊളി ആനയൂട്ടാണ്. ഞാനിത് ആദ്യമായാണ് ഇന്ന് ആനയൂട്ട് കാണാൻ വരുന്നത്. കണ്ടും കേട്ടൊക്കെ നല്ലോണം ഞാൻ അറിയുന്ന ഒരു സംഭവമാണ് ആനയൂട്ട്. പലപ്പോഴും എനിക്ക് വരാനായിട്ട് പറ്റാറില്ല. എന്നാൽ ഈ പ്രാവശ്യം എന്തായാലും വന്ന് അതൊരു വ്ളോഗായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചു. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നത് ആനയൂട്ടാണ്. വടക്കുന്നാഥൻ അമ്പലത്തില് ആനയൂട്ടാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ആനയൂട്ടിന് വേണ്ടി ആനകളെ നല്ലൊരു എന്താ പറയാ നല്ല അടിപൊളി അനൗൺസ്മെന്റോട് കൂടി ആനയിച്ച് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്ത് കടത്തിക്കുന്ന ഒരു ചടങ്ങാണ്. അത് തന്നെ കാണാൻ നമുക്ക് ഓരോ ആനകളുടെ പേര് പറയുമ്പോൾ നമ്മുടെ ജനങ്ങളൊക്കെ ആവേശഭരിതമായി നല്ല അടിപൊളി ആർത്താണ് അവര് സൗണ്ട് ഉണ്ടാക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കൊരു എണ്ണമില്ലാത്തൊരു എനർജി വരും. അത്ര അടിപൊളിയായിരുന്നു. പക്ഷെ അപ്പൊ പെട്ടെന്നാണ് അടിപൊളി ഒരു മഴ പെയ്തത്. മഴ പെയ്തു പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കും മഴ പെയ്യണം എന്നാണ്. ഈ ആനയൂട്ടിന് മഴ പെയ്യണം എന്നൊരു ആചാരമാണ് ഈ സംഭവം. കാരണം മഴ പെയ്തില്ലെങ്കിൽ എന്ത് ആനയൂട്ട്? എല്ലാ വർഷവും ആനയൂട്ടിന്റെ സമയത്ത് നല്ല മഴ പെയ്തിരിക്കും. അതുപോലെ തന്നെ ഈ വർഷവും ഗംഭീരമായിട്ട് മഴ പെയ്തു. ആനയൂട്ട് തീരണ വരെ അടിപൊളി മഴ തന്നെയായിരുന്നു കേട്ടോ. ആൺകുട്ടിയായി എഴുന്നള്ളുന്നവൻ വിഴൂരും പാർക്കാടിയിലും പരിവാടിയിലും നാലുശ്ശേരിയിലും നിറവരമ്പത്തിലാവിലും ആവേശം നിർത്തവൻ കൊടുങ്ങല്ലൂരിലും കൂടൽ മാണിക്കത്തും കരുത്തിന്റെ കടസുരുകളായി എഴുന്നള്ളുന്നവൻ ഉത്സവ കേരളത്തിന്റെ അടുത്തുമിഞ്ഞ നായകൻ താൻ തന്നെ എന്ന് നിലയിൽ തുറന്ന വാഗ്ദാനം പങ്കിരിക്കുകയായി ആന കേരളത്തിന്റെ കാലക്കുടിക്കാരൻ. മരിക്കാത്ത മണികിലുക്കത്തിന്റെ മണ്ണിലെ മറക്കാത്ത സംഘടകിലുക്കം പൂര നഗരിയുടെ ഇളമുറ തമ്പുരാൻ ആര്യമുഖ ചക്രവർത്തി ഉങ്ങൾ കുച്ചു. ത്തിലെ ആഘോഷം കൂടുവാൻ വരികയാണ്. ഗജരാജ സൗമ്യ ശ്രേഷ്ഠൻ അത്താട് ഗംഗാധരൻ.
അത് കഴിഞ്ഞ് ഓരോ ആനകളെ ആനയിച്ച് ഉള്ളിലേക്ക് കടത്തിക്കൊണ്ട് പോയി. പിന്നെ നീണ്ട ഒരു ക്യൂവിന് ഒടുവിലാണ് ഞങ്ങൾ അകത്ത് കയറിയത്. അകത്ത് കയറിയപ്പോൾ ഉള്ള കാഴ്ച അതൊരു ഗംഭീര കാഴ്ച തന്നെ. കാരണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കൊടകളാണ്. കൊടകൾ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നല്ല മഴ പെയ്തു. അപ്പം ഈ മഴ പെയ്യുമ്പോ കൊട ചൂടിയിട്ടാണ് എല്ലാവരും ക്യൂ നിന്ന്. അപ്പൊ ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ കൊടകൾ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതൊരു ഭംഗി കാഴ്ച തന്നെ. പല നിറത്തിലുള്ള കൊടകൾ മാത്രം, ആൾക്കാരുടെ തലകളൊന്നുമില്ല, ഫുൾ കൊടകളാണ്. അവസാനം ആനയൂട്ടലിന്റെ സമയമായപ്പോ ഈ കൊട ഒക്കെ എല്ലാവരും ചുറ്റിയിട്ട് മഴ അങ്ങോട്ട് കൊണ്ട് ആസ്വദിച്ച് അങ്ങോട്ട് ആർമാദിച്ച ഒരു ആനയൂട്ടാണ് ഈ വർഷത്തെ ആനയൂട്ടം. സത്യം പറഞ്ഞാൽ ഞാനിത് ഒരുപാട് മിസ് ചെയ്തിരുന്ന ഒരു ചടങ്ങാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വളരെ വൈകി പോയി കാണാനായി എനിക്കും തോന്നി. അത് കണ്ടപ്പോൾ അടിപൊളി. ആൾക്കാർക്ക് മഴയൊന്നും വകവയ്ക്കാതെ ആർമാദിച്ചാണ് ഈ ആനയൂട്ട് ചടങ്ങ് നടക്കുന്നത്. ആനയൂട്ടിലും വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇത് ആനകളുടെ ഒരു സുഖ ചികിത്സാ കാലമാണ്. ക്ഷേത്രത്തിൽ വലിയ ചെമ്പുകളിൽ നല്ല ചോറും പഴങ്ങളും അതുപോലെ തന്നെ 9 ഔഷധ കൂട്ടങ്ങളും ഒക്കെ ചേർത്തുള്ള ഒരു വിഭവം ഒരുക്കി അവയ്ക്ക് സ്നേഹത്തോടെ നൽകുന്ന ഒരു ചടങ്ങാണ് ഈ ആനയൂട്ട്. ഇത് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനായി ചെയ്യപ്പെടുന്ന ഒരു ചടങ്ങാണ്.
നമ്മള് കയ്യുമൊക്കെ ഇതൊന്നും വർക്കൗണ്ട്. ഞാനിതിനുള്ളിൽ കയറിയപ്പോ ഒരാളും തിരക്കും കണ്ടപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ആനകളെ എടുത്ത് പോയിട്ട് അവരെ ഊട്ടിക്കാൻ പറ്റുമോന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും നല്ല മഴയൊക്കെ പെയ്തപ്പോ ഞാൻ വിചാരിച്ചു എന്റെ പ്രതീക്ഷകളൊക്കെ പോയി. വെറുതെ ഇവിടെ വന്നത് ജസ്റ്റ് എന്തെങ്കിലും ഒരു പഴം എടുത്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതി. അങ്ങനെ ഇരിക്കെ ഞാൻ പിന്നെ ആലോചിച്ചു, ഇങ്ങനെ നിന്നുകൊണ്ട് തന്നെ ആലോചിച്ചു, ഇവിടെ വരെ വന്നിട്ട് ഈ ആനയ്ക്ക് ഒരു പഴം ജസ്റ്റ് ഒന്ന് കൊടുത്തിനെ പിന്നെ ഇവിടെ വന്നതിന് എന്താണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ഉണ്ടി തള്ളി കയറി അതിന്റെ ഉള്ളിൽ കയറിയ ഒരു ഇതാണ് നിങ്ങളിപ്പോ കാണുന്നത്. അത്ര അധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും തിക്കിന്റെ ഇടയിൽ ഈ ഫോണും വെച്ച് ഇവറ്റങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് എടുത്ത് കൊടുക്കാനുള്ള ഒരു ധൃതിയും ഇതിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട്. കാരണം വീഡിയോ മൊത്തം ഷെയ്ക്കാണ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാൻ ഞാൻ നല്ലോണം എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ എന്റെ ഒരു എഫേർട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടിന് വേണ്ടി ഒരു സബ്സ്ക്രൈബും തന്ന അത്രയും നന്ദിയാണ്. എനിക്ക് എന്റെ ഈ വീഡിയോ ചെയ്തത് വെറുതെ ആയില്ല എനിക്കൊന്ന് തോന്നണമെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബ് എനിക്ക് വളരെ മുഖ്യമാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറെ സെലിബ്രിറ്റീസുകളൊക്കെ ഞാൻ കണ്ടുട്ടോ. അധികം പേരൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുവിധം പേരൊക്കെ ഇതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ പെട്ടിട്ടുള്ളവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഞാനിപ്പോ ഇതിൽ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അവരുടെ പേര് എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറയണം. പിന്നെ ഇതിലേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ടോന്നും എനിക്കറിയില്ല. ഞാൻ വേറെ റീൽസ് ഒക്കെ കണ്ടപ്പോ ഇവരൊക്കെ വന്നിരുന്നോന്ന് ഞാൻ ആലോചിച്ചു. ഞാനൊന്നും കണ്ടിരുന്നില്ല, കാരണം അത്ര തിരക്കായിരുന്നു. നമുക്ക് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കലല്ല നമുക്ക് കാര്യം. നമുക്ക് ഇവിടെ ആനയൂട്ടിലാണ് പ്രധാന ഫോക്കസ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണണം. പിന്നെ ഇത് കണ്ടിട്ട് വേണം എനിക്ക് അടുത്ത ആനയൂട്ടിനെ വീഡിയോ എടുക്കണോ എടുക്കണ്ടേന്ന് തീരുമാനിക്കാനായിട്ട് കേട്ടോ. സംവിധാനങ്ങൾ ആനസ്വാദം വളരെ ശ്രദ്ധിക്കുക. ആനയിട്ട് കഴിഞ്ഞാൽ കിഴക്കേ ഗൗരവങ്ങളിൽ ആനകൾ പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങൾ ചെയ്യണം. ആനകൾ കൂട്ടുകാർക്കൊണ്ടുപോകുന്നത് വളരെയധികം സ്വാതന്ത്ര്യ നിർദ്ദേശമനുസരിച്ച് മാത്രം ആനകളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായി പഠിക്കുന്നു.
കിഴക്കേ ഗോപുരങ്ങളിൽ പുറത്തേക്ക് പോകുവാൻ വേണ്ട സംവിധാനം ഒരുക്കണമെന്ന് ധീരമായി അഭ്യർത്ഥിക്കുന്നു. ആനസ്ക്വാഡും വോളണ്ടിയർമാരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ആനകളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുകയുള്ളൂ. വോളണ്ടിയർമാർ സ്ക്വാഡ് ശ്രദ്ധിക്കുക. ആനകളെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ആരംഭിക്കണമെന്ന് ധീരമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ആനകളുടെ പേരുകളൊന്നും എനിക്ക് അത്രയ്ക്ക് അറിയില്ല. ദാനപ്രേമികൾ കാണുന്ന വീഡിയോ ആണെങ്കിൽ എന്നെ തെറി വിളിക്കരുത് പ്ലീസ്. എനിക്ക് ആനകളുടെ പേര് അങ്ങനെ കൃത്യമായിട്ട് ഓർമ്മയൊന്നും ഇല്ല. അപ്പം നമ്മുടെ ഫേമസ് ആനക്കുട്ടി നമ്മുടെ കാവേരിക്കുട്ടി വന്നിരുന്നു. ആളെ ഞാൻ കണ്ടു. അത് ഞാൻ റീൽസിലൊക്കെ കാണാറുണ്ട് കാവേരിക്കുട്ടീനെ. അപ്പം പിന്നെ വിജയ് കണ്ണൻ, അങ്ങനെ കുറേ ആനകളുടെ പേര് ഞാനിങ്ങനെ വായിച്ചു. അപ്പം നോട്ട് ചെയ്ത് വെച്ചിരുന്നു, പിന്നെ അങ്ങോട്ട് മറന്നുപോയി. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന വല്ല ആനപ്രേമികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആനകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ പേരടക്കം എനിക്ക് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപേക്ഷിക്കുന്നു. ആനകളെ ഓടി നിർത്തി ഫോട്ടോ എടുത്ത് ആനകളെ അലോസരപ്പെടുത്തുന്നത് ഒരു മിനിറ്റ് നോക്കട്ടെ പ്രാവേ. പാറ് കൊടുക്കണേ, പാറ് കൊടുത്ത് വീണടാ, ബ്ലറൊക്കെ വീണു. ആദ്യമൊക്കെ ചെറുതായി മഴയൊക്കെ പെയ്യുന്നുണ്ടായുള്ളൂ. എന്നാൽ അവസാനമായപ്പോൾ മഴ നിൽക്കണേയില്ല. അത്രേ കാറ്റും മഴയും. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാവരും കുട ചൂടിയിട്ട് കാണുന്നത്. നല്ല മഴയാണ് കൂടിയത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആനയ്ക്ക് കുറേ പേര് അടിയിൽ നിന്നൊക്കെ എടുത്ത് ആനയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മഴയൊക്കെ കൂടിയപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ കുറേ നേരം നോക്കി നിന്നു ആനനെ ഞങ്ങളെല്ലാവരും. പിന്നെ അവസാനമായപ്പോൾ കൊടക്കം മാറ്റി വെച്ചിട്ടായി പിന്നെ ആനനെ നോക്കല്. പക്ഷെ എന്തോ ഒരു വടക്കുനാഥന്റെ അനുഗ്രഹം പോലെ തന്നെ എനിക്ക് ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കത് പറ്റുമെന്ന്. എനിക്കത് എങ്ങനെയോ എൻ്റെ കയ്യിൽ ഒരു ഫുഡ് കിട്ടും ചെയ്തു, അതിന് കൊടുക്കാനും പറ്റി. ആദ്യമായിട്ട് ഞാൻ ആനനെ ടച്ച് ചെയ്യുകയും ചെയ്തു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി അത്.
എന്റെ ഫോണൊരു ഇതായി. അപ്പൊ ലൈക്ക് സബ്സ്ക്രൈബ് ആ ചേച്ചി എന്നിട്ട് ഒന്നിലേ കൊടുക്കാം അല്ലെങ്കിൽ എന്തിനാ അതിനടിച്ചത്? കൊറേ തിന്നിന് പോവാൻ വേണ്ടിട്ട് അവിടെ ഇപ്പിട്ടള് പോയിട്ട് വേണം ബാക്കിയുള്ളവരിന്ന് പോവാനായിട്ടേ. കൊറേ ആയി ഉണ്ടാവേ. അതാണോ അതാണോ ഇതാണോ അതിനെന്തോ ഒരു പ്രത്യേകത കണ്ടാ അതിങ്ങനെ അതിന്റെ നെറ്റിയുടെ ഭാഗത്ത് നോക്കിയാടാ കുഴിമാരി.
പാട്ടുപാടി കിട്ടുമ്പോഴോ അടിപൊളിയായിട്ട് കൊടുക്കണം, വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം. അല്ല ആരെങ്കിലും ഇവിടെയല്ല അവിടെ അതും ഗണപതി ഹോമം ഇതൊന്നും ഇങ്ങനെ പിടിക്കോ? എന്നെ ഒന്ന് എടുക്കും എന്നെ കാണാന്. നിക്ക് അത് ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് നീങ്ങിക്കും. എന്നെ കാണണ്ട, കരിമ്പോ മാത്രം കാണാനുള്ളൂ. അങ്ങോട്ട് പോയി കൊടുക്കടി, അങ്ങോട്ട് പോയി കൊടുക്ക്. അവൻ കൊടുക്കില്ല. അതല്ല കൊട ഇങ്ങോട്ട് പിടിക്കാൻ കൊടുക്കണ്ട. എടാ കൊടൊന്നും ഇങ്ങനെ അവൾക്ക് വെച്ച് കൊടുക്കണ്ടാന്ന്. മഴ നീ മണ്ടത്തിന്നിട്ട് ഞാൻ ഇട്ട് കൊടുത്താലോ? അല്ല മുഴുവൻ നനേരി നീ ഇപ്പഴത്ത് പിടിച്ചേ. അതൊന്നും വാങ്ങില്ല, അതിന് വേണ്ട. ഒരു കാര്യം നൈസായിട്ട് ചേച്ചിനെ കടിച്ചോ. പാടി ഇങ്ങോട്ട് പാടി. അപ്പൊ നിനക്ക് നടന്നോട് നടക്കുന്നില്ല. തൊട്ടില്ല. നനഞ്ഞു പല്ലിക്കൊല്ലി അവിടെ പറയണ്ടായിരുന്നു ട്ടാ. വായിക്കാനറിയാം എനിക്ക്. അച്ചോ ചെറിയാന. അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നത് വളരെ സന്തോഷത്തോടെയാണ്. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ എല്ലാം ശുഭമായി ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ആരാധിക്കുന്ന എൻ്റെ മഹാദേവൻ ഒരിക്കലും കൈവിടില്ല എന്ന്. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫ്രീസ് ആയെങ്കിലും അതൊക്കെ മാറ്റി എനിക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി വടക്കുന്നാഥന്റെ കയ്യിൽ നിന്ന് കിട്ടിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. അതിന്റെ ഒരു എഫോർട്ട് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇനി അങ്ങോട്ടും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് വീഡിയോസ് എനിക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ടാറ്റ ബൈ, സീ യു.
ഇങ്ങനെ റൗണ്ട് അടിച്ചു പോയി കാണാം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ കമന്റും ഷെയറും ലൈക്കും. അപ്പോ ടാറ്റ ബൈ സീ യു. നല്ല ക്ലൈമറ്റ്. ആദ്യം ആൾക്കാർ കയറിയപ്പോ കൂടെ അങ്ങോട്ട് കയറിയാ മതിയായിരുന്നുല്ലേ. അപ്പൊ ഒരു തിരക്കുണ്ടായിരുന്നില്ലേ കേറുന്ന നേരത്തെ അങ്ങോട്ട് കയറി തള്ളി കയറി മതിയായിരുന്നു. ഇവിടെ ഞാൻ ഉള്ളിലപ്പോ ആൾക്കാർ ഓൾറെഡി യാനകള് കയറിയിട്ടല്ലേ ഉള്ളിലെല്ലാവരും കേറ്റുള്ളൂ അല്ലേ. അപ്പോഴേക്കും അടച്ചിരിക്കായിരുന്നല്ലോ അതൊക്കെ. ഇപ്പൊ അതെ ആനകളൊക്കെ കേറി കഴിഞ്ഞപ്പോഴേ തിരക്കായിട്ട് ആൾക്കാരായിട്ട്. എന്തെങ്കിലൊക്കെ അല്ല. കുഞ്ഞമ്മനെ നല്ല ഇഷ്ടായിട്ടാണ്. എനിക്കിഷ്ടമല്ലേ കുഞ്ഞമ്മന് ഇഷ്ടം. നമുക്ക് ഞാനത് ഭാഗ്യം. അല്ല മഴ കൊള്ളാൻ ഇഷ്ടാണ്. മുന്നിലെത്തണ്ടേ ഒരു പൈസ പറയുന്നു. കാണാമല്ലോ. പുറത്തേക്കിറങ്ങി അയ്യോ എവിടെയാണ് അന്ന് നീ ഉണ്ടാണോ? Habla, habla ya.